എങ്ങനെ ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് ആക്സോ ബ്ലേഡും കാര്യങ്ങളും എല്ലാം കിട്ടുന്നത്? അവൻ ഇറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു, അവനെ ഫോളോ ചെയ്യാനുള്ള സംവിധാനം അവൻ അറിയാതെ നീ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. GPS വെച്ചിട്ടുണ്ടാവോ? എല്ലാം വെച്ച് കാണും ചിലപ്പോൾ. കാരണം ഇത് ട്രാക്ക് ചെയ്യുന്നു. നാട്ടുകാർ തെറി വിളിക്കുന്നത് കേട്ട് ആസ്വദിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. എന്തിനാണ് ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ നികുതിപ്പണം കൊണ്ട് തീറ്റിപ്പോറ്റുന്നതെന്ന് ആരും ചിന്തിച്ചു പോകും. നാടകമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ ജയിലിയാട്ടം. ഞാനിപ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് പാർട്ടിയുടെ നിലപാടുകൾക്കെതിരായിരുന്നു. രാജൻ ഭായ് നമസ്കാരം. നമസ്കാരം. ഇത് ശരിക്കും പറഞ്ഞൊരു ആക്ഷൻ ക്രൈം മൂവി എവിടെയെങ്കിലും പോയി കാണണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നൊരു ദിവസമാണ്. കാരണം നല്ല മഴ, കുട്ടികൾക്കെല്ലാം അവധി. പക്ഷേ അതിനെയൊക്കെ വെല്ലുന്ന രീതിയിലുള്ളൊരു സിനിമയാണ് ഇന്ന് രാവിലെ തുടങ്ങി ചാനലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 1:15 മണിക്ക് നമ്മുടെ ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയിരിക്കുന്നുള്ളൊരു വാർത്തയാണ്. ഇപ്പോൾ അതിസാഹസികമായിട്ട് നാട്ടുകാരും പോലീസും ചേർന്ന് ഗോവിന്ദച്ചാമിയെ പിടിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെന്താ ഇങ്ങനെ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നൊക്കെ ഒരു പ്രതി ജയിൽ ചാടുക എന്ന് പറയുമ്പോൾ അതെങ്ങനെ നോക്കിക്കാണുമോ? ആദ്യത്തെ സംശയം പറയാം. കാരണം VS വിഷയം കത്തി നിൽക്കുന്നു, ബാക്കിയുള്ളതെല്ലാം നിൽക്കുന്നു. അല്ല, VS ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ ഇന്നലെ തന്നെ സ്വരാജ് തന്നെ മാധ്യമങ്ങൾ കൊടുത്തൊരു പ്രതികരണത്തിനകത്ത് പറയുന്നുണ്ട്, അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തു, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കൊപ്പം ജനങ്ങൾ നിന്ന്, അതാണ് ഈ മഹാസാഗരം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് പാർട്ടിയുടെ നിലപാടുകൾക്കെതിരായിരുന്നു. അപ്പോൾ ജനങ്ങൾ പാർട്ടിക്കൊപ്പമല്ല, അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ്. അങ്ങനെ ഇതെല്ലാം മൊത്തത്തിൽ ഒരു CPM മൈൻഡ്, അതായത് CPM എന്നുള്ളതല്ല, പിണറായി വിജയൻ ഉൾപ്പെടുന്ന ഈ ഒരു കോക്കസിനെതിരായി നിലവിലെ സംഘടനാ സംവിധാനത്തിനകത്ത് വലിയ പ്രതിഷേധം നിൽക്കുന്നൊരു കാലഘട്ടത്തിൽ, അത് വലിയ ചർച്ചയാവുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പലരും പല സംശയങ്ങളും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ സംശയം ഇവൻ കമ്പി മുറിച്ച് പോയി. എങ്ങനെ ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് ആക്സോ ബ്ലേഡും കാര്യങ്ങളും എല്ലാം കിട്ടുന്നത്? ഒറ്റ കൈ കൊണ്ട് വേണം ചെയ്യാനും. ഒരു കൈ കൊണ്ട് കുറച്ച് നേരം ചെയ്യുമ്പോൾ കഴിക്കുമ്പോൾ മറ്റേ കൈ എടുത്ത് ചെയ്യാനില്ല. തടവുകാരുണ്ട്, അവരെൻ്റെ ശബ്ദം കേട്ടിട്ടില്ല. അപ്പോൾ ഇത് കമ്പി മുറിച്ച് പോകുന്നു. ഇത്രയും വലിയ മതിലിൽ ഇത്രയും നീളത്തിൽ തുണി എങ്ങനെയാണ് കിട്ടുന്നത്? ബെഡ്ഷീറ്റ് ഒരെണ്ണേ കൊടുക്കത്തുള്ളൂ ജയിലിൽ. ഞാൻ കിടന്നിട്ടുള്ളതാണ് മഞ്ചേരി സബ് ജയിലിൽ. അപ്പോൾ ഈ ജയിലിനകത്ത് നിങ്ങളുടെ സംവിധാനങ്ങളല്ല, ഇത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ളൊരു ജയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ദുരൂഹമായ കാര്യങ്ങളുണ്ട്. കാരണം ഇവനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇവൻ പോകുന്ന വഴികൾ എല്ലാം പ്ലാൻ ചെയ്തിട്ടാണെന്നുള്ളത്. അതായത് ഇവനെ ഇറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു, അവൻ ഇറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു, അവനെ ഫോളോ ചെയ്യാനുള്ള സംവിധാനം അവൻ അറിയാതെ നീ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. GPS വെച്ചിട്ടുണ്ടാവോ? എല്ലാം വെച്ച് കാണും ചിലപ്പോൾ. കാരണം ഇത് ട്രാക്ക് ചെയ്യുന്നു. പോയ ഇമേജ് മുഴുവൻ തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും വലിയ സംവിധാനമാണ്. നമ്മൾ ഈ രാഷ്ട്രീയത്തെ ചെറുതായിട്ടൊന്നും കാണാൻ പറ്റില്ല. രാഷ്ട്രീയത്തിൽ നമ്മളറിയാത്ത കളികൾ, നമ്മൾ തലസ്ഥാന സിനിമയ്ക്കകത്തൊക്കെ നടന്നിട്ടുള്ള പറയുന്ന കാര്യങ്ങൾ പലതും നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ല. ഉത്തരേന്ത്യയിലൊക്കെ വിദ്യാർത്ഥികളെ സമരം നടത്തുമ്പം സമരം BP സിംഗിൻ്റെ സമയത്താണ് തോന്നുന്നു നടക്കുന്നത്. ആ സമയത്ത് കൂടെ നിൽക്കുന്ന പിള്ളേരെ നേരിലോട്ട് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൂടെയുള്ള സമരപടന്മാർ. നമ്മൾ ഒരുമിച്ച് സമരത്തിന് പോവുക, ഞാൻ സിപിക്കങ്ങ് തീയിടുക. അപ്പോൾ ഈ രീതിയിലൊക്കെ രാഷ്ട്രീയത്തിനകത്ത് നമ്മൾ കാണാത്ത ഒത്തിരി സാധനങ്ങളുണ്ട്. ഞാൻ പ്രാഥമികമായി വിശ്വസിക്കുന്ന ഒരു നാടകമാണെന്ന്. ഇല്ലെങ്കിൽ എങ്ങനെ ഇത്രയധികം നീളത്തിൽ ഇത്രയും അതും കട്ടിയുള്ള തുണി വേണമല്ലോ, വെറുതെ ചുമ്മാ തുണി. പിന്നെ 70-75 കിലോ എങ്കിലും അയാൾക്ക് ഭാരം ഉണ്ടെന്ന് തോന്നുന്നു, അയാളുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ. കാരണം ജയിലിൽ പോയതിന് ശേഷം ഒരു 19 കിലോ കൂടിയിട്ടുണ്ട്. അപ്പം കാരണം ശനിയാഴ്ച മട്ടൺ ഉണ്ടല്ലോ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള സംവിധാനം എങ്ങനെയുണ്ടായി? രാത്രി വാർഡർമാരെല്ലാം കിടന്നുറങ്ങുകയാണോ? ഇങ്ങനെ ചാടിപ്പോയി ഈ സുരക്ഷയ്ക്കകത്ത് വീഴ്ച വരുത്തിക്കഴിഞ്ഞാൽ തങ്ങളുടെ ജോലി പോകുമെന്ന് ബോധ്യമുള്ള ജയിൽ ഉദ്യോഗസ്ഥർക്ക് നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പ് കിട്ടാതെ അവർ സെക്യൂരിറ്റി ലൂസ് ആവുമോ? അതായത് ഈ ആക്സോ ബ്ലേഡ് വെച്ച് കമ്പി ചുരണ്ടുക എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ഈ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഒച്ച പുറത്തേക്ക് വരുന്നില്ല. നമ്മളെല്ലാവരും പൈപ്പ് കട്ട് ചെയ്യുമ്പോൾ തന്നെ ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ഇങ്ങനെ ഒരു പൈപ്പ് കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒച്ച ഭയങ്കരമായിട്ട് പുറത്തേക്ക് വരുന്നതാണ്. രാത്രി സമയത്ത് ചെറിയ ഒച്ച, അതായത് രാത്രി സമയത്ത് നമ്മൾ 10 കിലോമീറ്റർ അപ്പുറത്ത് ട്രെയിൻ പോകുന്ന ഒച്ച നമ്മൾ കേൾക്കും. രാജൻഭായ് പറഞ്ഞിരിക്കുന്ന ഒരു സാധ്യതയാണ്. പക്ഷേ അതിനകത്ത് എനിക്ക് മറ്റൊരു സംശയം കൂടി അത് ഉയർന്നു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിണറായി വിജയനിട്ട് ജയിലുദ്യോഗസ്ഥന്മാർ ഒരു പണി കൊടുത്തതാവാൻ സാധ്യതയുണ്ടോ? അങ്ങനെ കൊടുത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥന്മാരെ അതിനെ തെറിപ്പിച്ചിട്ടുണ്ടാവും. അല്ല, ജയിലുദ്യോഗസ്ഥന്മാരുടെ മേല് ഈ പോലീസിന്റെ മേലെ ഇയാൾ നല്ല അഡ്മിനിസ്ട്രേറ്റർ അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നിടം വരെ എന്തോ മഹാസംഭവമാണെന്ന് എല്ലാവരും കരുതി. സത്യത്തിൽ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് നമ്മൾ ഇതൊരു പൊങ്ങുമല്ല എന്ന് മനസ്സിലാക്കുന്നത്. കാരണം പുള്ളിക്ക് പോലീസിൻ്റെ മേലെ നിയന്ത്രണമില്ല, എക്സൈസിൻ്റെ മേലെ നിയന്ത്രണമില്ല, എന്താ നടക്കുന്നതെന്ന് അറിയില്ല. ഏതെങ്കിലും ആൾക്കാരെ കഞ്ചാവ് കേസിൽ പിടിക്കാൻ പോകുമ്പോൾ അവർ ചാടിയും പോകും, പിറ്റേന്ന് നോക്കുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് റിസൾട്ട് മാറിപ്പോകുന്നു. ഗണേഷ് കുമാറിനെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഭൂലോക കോടിത്തരം ഉണ്ടൊക്കെയുണ്ട്. പക്ഷേ ഗണേഷ് കുമാർ കേരളം കണ്ട ഏറ്റവും മികച്ചൊരു KSRTC വകുപ്പ് കൈകാര്യം ചെയ്യുന്നൊരു മന്ത്രിയാണ്. ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ അയാളുടെ എഫിഷ്യൻസി ഏറ്റവും പ്രധാനം. ശൈലജ ടീച്ചർ ആരോഗ്യ വകുപ്പ് നന്നായിട്ട് കൈകാര്യം ചെയ്തിരുന്നു. രവി മാഷ് വിദ്യാഭ്യാസ വകുപ്പ് നന്നായിട്ട് കൈകാര്യം ചെയ്തിരുന്നു. മുഖ്യമന്ത്രിമാർ ഇപ്പം നായനാർ
ഈ നായനാർ പിന്നെ നായനാർക്കും വലിയ പവർ ഉണ്ടായിരുന്നില്ല ഇല്ല. നായനാർക്ക് പിന്നെ ആഭ്യന്തരം അങ്ങനെ നായനാരുടെ നിയന്ത്രണത്തിലൊന്നുമല്ല പോയിരുന്നത്. എന്നാലും നായനാർ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മുൻ DGP TP സെൻകുമാർ സാറിനോട് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട അസോസിയേറ്റ് ചെയ്തതിൽ ഇഷ്ടപ്പെട്ട ഒരാൾ ഉമ്മൻചാണ്ടി, ഒരാൾ നായനാരുമാണ്. കാരണം നായനാർ ഒരു കാര്യം ചെയ്യുന്നതിനകത്ത് അനാവശ്യമായിട്ട് ഇടപെടാതെ അൺലിമിറ്റഡ് ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കും. കണ്ടീഷൻസ് ഉണ്ട്, ഇത് ദുരുപയോഗപ്പെടുത്തരുത്. നമ്മുടെ ഉദ്ദേശം ലക്ഷ്യത്തെക്കുറിച്ചിട്ടുള്ള മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളി മേപ്പോട്ട് നോക്കിയിരിക്കുക. ഞാൻ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും, കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട മുഖ്യമന്ത്രിയായിട്ട് എന്നെ തന്നെ ഇനി ആരെങ്കിലും, എനിക്ക് അപ്പുറത്തേക്ക് ഏറ്റവും മോശപ്പെട്ട മുഖ്യമന്ത്രി ഇനി കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധി ചിലപ്പോൾ ചിലർക്ക് അങ്ങനെയുണ്ട്. ഇപ്പോൾ വിനായകനൊക്കെ എന്നെക്കാളും വൃത്തികെട്ട ഒരുത്തൻ ഇനി ലോകത്തുണ്ടാവരുത് സിനിമാ ഫീൽഡിൽ നിന്നൊക്കെയുള്ള മറ്റൊരു വിഷയമാണ് വിനായകൻ. അത് നമുക്ക് ടച്ച് ചെയ്യണം. അപ്പം ചില ആൾക്കാർക്ക് ഈ കുപ്രസിദ്ധിക്കാത്ത ഒരു പ്രസിദ്ധിയുണ്ട്. പ്രസിദ്ധി ഇനി നിലനിർത്താൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എന്താ വെച്ചാൽ ആ ഫേമസ് ആണെന്നുള്ള സാധനം ഇനിയും നിലനിർത്താൻ പറ്റില്ല എന്നുള്ളത് പ്രത്യേകിച്ചും കുറച്ച് കാലങ്ങളായിട്ട് ബോധ്യപ്പെട്ടു. കാരണം ആൾക്കാരെല്ലാം പറയുന്നു നല്ല സമയമായിരുന്നു. പിന്നെ എനിക്കിപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ പിന്നെ രാജിവെക്കുന്നു എന്ന് പാർട്ടി കമ്മിറ്റി പറഞ്ഞ പാർട്ടി തന്നെ പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറയാൻ അനുവാദം കൊടുക്കുമായിരുന്നു. പുള്ളി പറഞ്ഞ അതിനപ്പുറത്തേക്ക് പോകുന്നൊരു പാർട്ടി കമ്മിറ്റി ഇല്ലല്ലോ. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഞാൻ രാജിവെക്കുന്നു. ഇത്രയും കാലം നിങ്ങളെല്ലാവരും തന്ന കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ തന്ന എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും സപ്പോർട്ടിനും നന്ദി പറയുന്നു. വിവിധ വകുപ്പുകൾക്കും കൂടെ പ്രവർത്തിച്ച മന്ത്രിമാർക്കും 140 MLA-മാർക്കും പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷത്തിനും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കേരളീയ സമൂഹത്തിനാകെ ഞാൻ നന്ദി പറയുന്നു. അതുകൊണ്ട് പിന്നെ തുടർന്നും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ആരോഗ്യപരമായ പരിമിതികളുണ്ടെന്ന് പറഞ്ഞു ഇത് മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇമേജ് തിരിച്ചു പിടിക്കായിരുന്നു. ഇതാ ഇങ്ങനെ കടിച്ചു തൂങ്ങി കള്ളുകൂടി ബൈജു എന്ന് പറഞ്ഞിട്ട് ഒരു കഥാപാത്രം ഉണ്ടായിരുന്നല്ലോ മെമിക്രിക്കകത്ത്. അപ്പോൾ അതിനകത്ത് പോയിട്ട് അയ്യപ്പ ബൈജുവിൻ്റെ ഒരു സ്റ്റേജ് പ്രോഗ്രാമിനകത്ത് പോയിട്ട് വെറുതെ പോയിട്ട് ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഗോഷ്ടി കാണിക്കും, ഒരടി കിട്ടും, ഒരാശ്വാസം എന്ന് പറയും. അപ്പോൾ എന്താ വെച്ചാൽ നാട്ടുകാർ തെറി വിളിക്കുന്നത് കേട്ട് ആസ്വദിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം. പുള്ളി അത് നോക്കാനായിട്ട് പ്രത്യേക സോഷ്യൽ മീഡിയക്കാരെ നിർത്തിയിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഇത്രയും ഒരു മനുഷ്യൻ ആകെ മോശമാകുമ്പം സ്വരം മോശമാകുന്നതിൻ്റെ പാട്ട് നിർത്താനുള്ള സാമാന്യ ബുദ്ധി ഔചിത്യ ബുദ്ധി കാണിച്ചില്ല. അയാൾ ഒന്നിനും കൊള്ളാത്ത ഒരു ഊള എന്ന വാക്ക് അദ്ദേഹത്തിൻ്റെ പ്രായത്തെ ബഹുമാനിച്ചിട്ടാണ് ഞാൻ പറയാത്തത്. അതിനപ്പുറമാണ് പറയേണ്ടത്. കാരണം ഒന്നിനും കൊള്ളാത്ത ഒരാൾ ഇതുവരെ കേരളം കണ്ടിട്ടിനകത്ത് ഒന്നിനും കൊള്ളാത്ത ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് AK ആൻ്റണി ആയിരുന്നു. ഇപ്പോൾ AK ആൻ്റണി സന്തോഷിക്കുന്നു, എന്നെക്കാളും കൊള്ളാത്ത ഒരാൾ വന്നല്ലോ എന്നുള്ളത്. എബിലിറ്റിയുടെ പേരിലാണ് പറഞ്ഞത്, വ്യക്തിപരമായിട്ടല്ല പറയുന്നത്. അവരെ പിന്നെ നല്ല മനുഷ്യരല്ലാന്നോ പിന്നെ അവർ ക്രിമിനലുകളാണെന്നോ അങ്ങനെ ഒന്നല്ല ഞാൻ പറയുന്നത്, കള്ളന്മാരാണെന്നൊന്നും അല്ല പറയണേ. പക്ഷെ അയാളുടെ കഴിവില്ലായ്മ ഉണ്ടായിരുന്നു. അയാൾ നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ അല്ല, ലീഡർ അല്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടെ നിൽക്കുന്ന ആളുകൾ ശരിയല്ല എങ്കിൽ, ഇപ്പം എന്റെ കൂടെ ഒരാൾ നിൽക്കുന്നു, ആ ആള് ആണ് ആ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ഞാനാണത് പറഞ്ഞു കൊടുക്കേണ്ടത്. ആ എക്സിക്യൂട്ട് ചെയ്യേണ്ടയാള് അത് കൃത്യമായിട്ട് ആ ജോലി ചെയ്തിട്ടില്ല എങ്കിൽ ആ കുറ്റവും എന്റെ തലയിലേക്ക് വരുന്നൊരു അവസ്ഥയില്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കണോ ഇപ്പൊ പിണറായി വിജയനുള്ളത്? അതിനെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഇപ്പം നരേന്ദ്രമോദി വലിയ അഡ്മിനിസ്ട്രേറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരാളൊന്നുമല്ല. അത്ര വലിയ അഡ്മിനിസ്ട്രേറ്റർ അല്ലതാനും, അത്ര ഒരു വലിയ ടീം ക്യാപ്റ്റനും അല്ല നരേന്ദ്രമോദി. ഒരു നടനാണോ? അതായിക്കോട്ടെ. പക്ഷേ നരേന്ദ്രമോദി ആൾക്കാരെ വിചാരം ഇയാൾ ഭയങ്കര പവർഫുള്ളാണ്. അങ്ങനെ ഒരു ഇമേജ് സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു ടീമിനെ കൂടെ നിർത്തി എന്നുള്ളതാണ്. ഏത് വകുപ്പിനകത്തും ക്യാബിനറ്റ് മന്ത്രിമാർ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും PM ഓഫീസാണ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. PM ഓഫീസിന് ഡെയിലി റിപ്പോർട്ട് പോകുന്നുണ്ട്. PM ഓഫീസ് അറിയാതെ ഒരൊറ്റ മന്ത്രിമാരുടെ വകുപ്പിൽ ഒരേല അനങ്ങുന്നില്ല. ഇയാളെക്കാൾ സീനിയറായിട്ടുള്ള രാജ്നാഥ് സിംഗിൻ്റെയും നിതിൻ ഗഡ്കരിയുടെയും ഒന്നും ഓഫീസിൽ. അമിത്ഷാ പിന്നെ പുള്ളിയോട് അല്ലെങ്കിലും പേഴ്സണലായിട്ട് ബൈ മേസ കരേഖ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടേ പോവുള്ളൂ. പക്ഷേ ബാക്കി ഏത് വകുപ്പിലും ഘടകകക്ഷികളുടെ വകുപ്പിലും ഒരേല അനങ്ങുന്നില്ല. അതെന്താ വെച്ചാൽ അതിന് പറ്റിയ ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ടീമിനെ ആയിരുന്നു ഏൽപ്പിക്കേണ്ടിയിരുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് അജിത് ഡോവലിനെ നിർത്തി കഴിയുമ്പം രാജ്നാഥ് സിംഗ് മന്ത്രിയാകുമ്പോഴും അജിത് ഡോവൽ ഒരു മന്ത്രിക്ക് തുല്യമാണ്. ഈ 3 സേനയും കൈകാര്യം ചെയ്യുക. ഓരോ വകുപ്പിലും എടുത്ത് വയ്ക്കും, ഓരോ വകുപ്പിനകത്തും എടുത്ത് നോക്കുമ്പോൾ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം KK ശൈലജ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് അവരുടെ കൂടെ കൃത്യമായ ഒരു ടീം ഉണ്ടായിരുന്നു. അതായത് മെഡിക്കൽ ഫീൽഡിൽ തന്നെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ. അത് തന്നെയായിരുന്നു ശൈലജ ടീച്ചറിന്റെ വിജയം എന്നും കൂടെ ഞാൻ കാണുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി, അതായത് നമ്മുടെ വീണ ജോർജ്,
വീണ ജോർജിന്റെ കൂട്ടത്തിലുള്ള ഉള്ള പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് ഈ മെഡിക്കൽ ഇൻഡസ്ട്രിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളാണെന്ന് കൂടി നമ്മൾ കാണണം. ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ ചെയ്യേണ്ട, ഇപ്പം ജയിലിൻ്റെ ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്ത് വരുന്ന സമയത്തും നമ്മൾ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം, ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാത്ത ആളുകൾ ഈ ഒരു മന്ത്രിസഭയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. അതായത് വകുപ്പിൽ മിടുക്കുള്ള ആൾക്കാർ വരണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇപ്പം എക്സൈസ് വകുപ്പിനകത്ത് നല്ല ബാർ മുതലാളിയെയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അത് പഠിക്കാനുള്ള സമയമുണ്ടല്ലോ. ഈ സിവിൽ സർവീസിനകത്ത് വരുമ്പോൾ ഉണ്ടാവുന്നത് അവരെ പല കമ്പനികളിൽ കൊണ്ടുവരുന്നുണ്ട് അല്ലേ. ഇപ്പൊ IAS കൊണ്ടുവന്നിട്ടും IPS കൊണ്ടുപോയിട്ടുണ്ട്, KSRTCയുടെ ചീഫായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. വിവിധ മേഖലകൾക്കകത്ത് ആൾക്കാരെ ഉപയോഗിക്കാം, പക്ഷെ അവർക്ക് അതിനുള്ള ടാലന്റ് ഉണ്ടാവണം. ആ ടാലന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ RC ആയിരുന്നു നമ്മളെ റിട്ടയർഡ് IPS ഇപ്പൊ BJPയുടെ പിന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അങ്ങനെ എന്തോ ആണ്, പിന്നെ എന്ത് കണ്ടിട്ടാക്കിയെന്ന് എനിക്കറിയത്തില്ല. RC ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഗോവിന്ദസ്വാമിക്ക് ഇവര് തന്നെ കമ്പി മുറിച്ചിട്ട് നീ പോയിക്കോന്ന് പറഞ്ഞ് വിട്ടിരുന്നെങ്കിലും ഗോവിന്ദസ്വാമി പറയും ഞാൻ പോകത്തില്ല എന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ എല്ലാ സൗകര്യങ്ങളും ശ്രീയിലേക്ക് ഒരുക്കി കൊടുക്കുമായിരുന്നു, ദിലീപിന് ഒരുക്കി കൊടുത്തതല്ലേ എല്ലാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥരുടെ അഭാവം കൊണ്ടാണ്, ശ്രീലേഖയെ പോലെയുള്ള സഹാനുഭൂതിയുള്ള ഒരു ഉദ്യോഗസ്ഥരുടെ അഭാവം കൊണ്ടാണ്. എന്നാലും ഇത്രയും സുരക്ഷിതമായ ഒരു ജയിലിൽ നിന്ന് ഒരു ഗോവിന്ദസ്വാമിയെ പോലെയുള്ള ഒരു പ്രതി ജയിൽ ചാടണമെങ്കിൽ അതിനകത്ത് വലിയൊരു ദുരൂഹത ഒളിഞ്ഞിരിപ്പില്ലേ? ഞാൻ അതിന് തുടക്കത്തിൽ പറഞ്ഞിടത്ത് ഞാനിപ്പോഴും നിൽക്കുന്നത് നാടകമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ ജയിൽ ചാട്ടം. ഞാനിപ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇതൊക്കെ പിന്നെ എന്താ പറയുക, പലതും അങ്ങ് പിന്നെ സ്ഥാപിക്കാൻ പറ്റും. അവരിപ്പോൾ ഒരു കഥ ഉണ്ടാക്കും, ഒരു നാരേറ്റീവ് സൃഷ്ടിക്കും. ഇത് ഇപ്പൊ ആൾക്കാരെ ചർച്ച മുഴുവൻ ബാക്കി എല്ലാ വിഷയങ്ങളും പറഞ്ഞു. ഏതെങ്കിലുമൊക്കെ ഉദ്യോഗസ്ഥന്മാർ സസ്പെൻഡ് ചെയ്യപ്പെടുമോ? സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞിട്ടുണ്ടാവില്ല നിന്നെ സസ്പെൻഡ് ചെയ്യും. പാറാവ് നിൽക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സാധാ കോൺസ്റ്റബിൾമാരായിരിക്കത്തില്ല, പിന്നെ അവിടുത്തെ ജയിൽ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവരെയൊക്കെ സസ്പെൻഡ് ചെയ്യും, അന്വേഷണ വിധമായിട്ട് സസ്പെൻഡ് ചെയ്യും. അപ്പം തന്നെ വിളിച്ച് പറയും ഇത് പിന്നെ വീട്ടിൽ പോയിരുന്നോ, ശമ്പളമൊക്കെ കൃത്യമായിട്ട് തന്നോളാം, പിന്നെ തിരിച്ചെടുക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എടുക്കുക, അത് കഴിഞ്ഞിട്ട് 5 വർഷം കഴിയുമ്പോൾ നല്ല പ്രൊമോഷൻ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എന്താ പ്രശ്നം? ഏതൊക്കെയാലും ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് പറയേണ്ടത് മലയാളിക്കൊരു അഭിനന്ദനം പറയേണ്ടിയിരിക്കുന്നു. രാവിലെ ഗോവിന്ദസ്വാമി ജയിലിൽ ചാടി എന്ന വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ തൻ്റെ പരിസരങ്ങളിലൊക്കെ തിരയാനും മലയാളി കാണിച്ചിട്ടുള്ളൊരു മനസ്സ്, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ ആളുകൾ കാണിച്ചിട്ടുള്ള മനസ്സ്, അതിൻ്റെ ഒരു റിസൾട്ടാണ് ഗോവിന്ദസ്വാമിയെ പിടിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാജൻഭായി ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ അവിടെ നിന്നോട്ടെ, അതിനകത്ത് സത്യവും ആളുകൾ മനസ്സിലാക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ എന്നാലും ജനങ്ങൾ കാണിച്ചിരിക്കുന്ന ആത്മാർത്ഥത, ആ ആത്മാർത്ഥതയെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം. കാരണം മലയാളി ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മലയാളി ഒറ്റക്കെട്ടാണെന്നും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്താൻ ശേഷിയുള്ളവനാണ് മലയാളി എന്ന് വീണ്ടും ഇവിടെ. അത് വേറെ കാര്യം കൂടെ ഉണ്ട്. നാളെ ഒരിക്കൽ വേറൊരുത്തന് ഇനിയിപ്പം ഇങ്ങനല്ലാതെ ഇത് നാടകമാണെന്ന് ഉറപ്പിച്ച് പറയുന്നൊന്നുമില്ല, അതിനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. പക്ഷേ ഇനി ഒരുത്തന് ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ കയറാൻ തോന്നുന്നു. പിന്നെ അവനെ ഇടി കിട്ടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ മെല്ലെ പോലീസ് ഇപ്പം ഇങ്ങനെ കെട്ടിന്നാന്നാ പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്ത സമയത്ത് ഓടിപ്പോയി ഓടിച്ചുകൊണ്ട് ആൾക്കാർ കൈകാര്യം ചെയ്യാതെ ഇവനെ കിട്ടുക എന്നുള്ളത്, കാരണം ഓരോ സ്ഥലത്തും പോലീസ് സ്കാറ്റേഡ് ആയിട്ടല്ലേ. കാരണം സൗമ്യ എന്ന ഒരു പാവം പിടിച്ച പെൺകുട്ടിയെ ട്രെയിനിൽ വെച്ച് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ആളാണ് ഈ ഗോവിന്ദസ്വാമി. ഒരു കൊടും ക്രിമിനലാണ് ഈ ഗോവിന്ദസ്വാമി. ആ കൊടും ക്രിമിനലിനെയൊക്കെ നമ്മുടെ നികുതിപ്പണം ഉപയോഗിച്ചിട്ടാണ് ജയിലുകളിൽ തീറ്റിപ്പോറ്റുന്ന എന്നൊരു വസ്തുത കൂടിയുണ്ട്. അപ്പം മലയാളിയെ സംബന്ധിച്ചിട്ട് അവൻ്റെ പ്രതികരിക്കാനുള്ള ശേഷി എന്ന് പറയുന്നത് നമ്മൾ തള്ളിക്കളയാൻ പറ്റുന്നൊരു കാര്യമൊന്നും അല്ല. എന്തിനാണ് ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ നികുതിപ്പണം കൊണ്ട് തീറ്റിപ്പോറ്റുന്നതെന്ന് ആരും ചിന്തിച്ചു പോകും അല്ലേ? സ്വാഭാവികമല്ലേ? ഏതായാലും ഗോവിന്ദസ്വാമിയെ പിടിച്ചു. നാട്ടുകാർക്കും പോലീസിനും അഭിനന്ദനം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അവസാനിപ്പിക്കാം.